ഹായ് ഓൾ. ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് ഹിസ്റ്ററി ഫ്രം ബിലോ. 20-ാം നൂറ്റാണ്ടിൽ ഏറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു ചരിത്രരചനാ വിഭാഗമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ. സാധാരണ ജനങ്ങളുടെ വീക്ഷണത്തിൽ നിന്നുള്ള ഒരു ചരിത്രാഖ്യാനമാണിത്. ചരിത്ര സംഭവങ്ങൾക്കും പ്രസ്ഥാനങ്ങൾക്കും നേതൃത്വം നൽകിയവരുടെ ചരിത്രമാണ് ഇതുവരെ ഉണ്ടായിരുന്നത്. അഥവാ സാമ്പ്രദായികമായ ഡോമിനന്റ് ആയിട്ടുള്ള ചരിത്രരചനയിൽ നേതൃത്വം നൽകിയവരുടെ ചരിത്രത്തിനാണ് വലിയ പങ്കുണ്ടായിരുന്നത്. അതിൽ നിന്നും മാറി അവരുടെ പിന്നിൽ അണിനിരുന്ന സാധാരണ ജനങ്ങളുടെ ചരിത്രം, അതിനാണ് കൂടുതൽ ഫോക്കസ് നൽകപ്പെടുന്നത്. അതോടൊപ്പം തന്നെ ഇതിനെ മറ്റൊരു വാക്കുകൊണ്ട് പറയുന്നത് പീപ്പിൾസ് ഹിസ്റ്ററി, പോപ്പുലർ കൾച്ചർ എന്നൊക്കെ വിളിക്കാറുണ്ട്. അവകാശങ്ങൾ നിഷേധിക്കപ്പെട്ട, അടിച്ചമർത്തപ്പെട്ട, പാവപ്പെട്ട അല്ലെങ്കിൽ അരികുവൽക്കരിക്കപ്പെട്ടവരുടെ പങ്കിന് ഊന്നൽ നൽകുന്ന ഒരു ചരിത്രരചനാ വിഭാഗമാണ് ഹിസ്റ്ററി ഫ്രം ബിലോ. ഇത് കർഷകർ, തൊഴിലാളികൾ, ന്യൂനപക്ഷങ്ങൾ, എന്നീ തുടങ്ങിയ വിഭാഗങ്ങളുടെ അല്ലെങ്കിൽ അവഗണിക്കപ്പെട്ടവരുടെ പ്രവർത്തനങ്ങളും ഇടപെടലുകളും ചിന്തയും അതിന്റെ സ്വാധീനമാണ് പരിഗണിക്കുന്നത്. ഇ.പി. തോംസൺ ആണ് ഈ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന മേഖലയിൽ ഏറ്റവും പ്രഗത്ഭനായ ചരിത്രകാരൻ. അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിൽ ഹിസ്റ്ററി ഫ്രം ബിലോ എന്നാൽ തൊഴിൽ പ്രസ്ഥാനങ്ങളുടെ ചരിത്രത്തിൽ നിന്നും തൊഴിലാളികളുടെ ചരിത്രത്തിലേക്കുള്ള ഒരു മാറ്റമാണ്. അതോടൊപ്പം തൊഴിൽ എന്ന സ്ഥാപനത്തിൽ നിന്നും അധ്വാനിക്കുന്നവരുടെ സംസ്കാരത്തിലേക്കുള്ള ഒരു മാറ്റത്തെയാണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു ട്രെൻഡ് 18-ാം നൂറ്റാണ്ടോടുകൂടിയാണ് വലിയ പ്രാധാന്യം കൈവരിക്കുന്നത്. ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലമായി അല്ലെങ്കിൽ ഫ്രഞ്ച് വിപ്ലവത്തോടു കൂടി സാധാരണ ജനങ്ങളുടെ ജീവിതവും പ്രവർത്തനങ്ങളും അടയാളപ്പെടുത്താനും അവ ചരിത്ര രേഖകളായി സൂക്ഷിക്കുന്നതിനുമുള്ള പരിശ്രമങ്ങൾ ഫ്രഞ്ച് വിപ്ലവത്തിന്റെ ഫലം അല്ലെങ്കിൽ അതോടുകൂടിയാണ് തുടങ്ങുന്നത്. ഇ.പി. തോംസൺ ആണ് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന ടേം അദ്ദേഹത്തിന്റെ തന്നെ 1966 ഇറങ്ങിയിട്ടുള്ള ഒരു ആർട്ടിക്കിളിൽ അതിന്റെ പേരാണ് ഹിസ്റ്ററി ഫ്രം ബിലോ. അതിലൂടെയാണ് ഈ പേര് പ്രശസ്തമായി വരുന്നത്. മാർക്സിസം ഈ ഒരു ആശയത്തിന് അല്ലെങ്കിൽ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന പുതിയ ചരിത്ര സമീപനത്തിന്റെ തുടക്കത്തിന് കാരണമായി അല്ലെങ്കിൽ അതിനെ കൂടുതൽ പ്രോത്സാഹിപ്പിച്ച ഒരു ആശയമാണ് മാർക്സിസം. അതോടൊപ്പം അനാൾസ് ചരിത്രരചന, അതിലെ ഹിസ്റ്റോറിയൻസ് ഓഫ് മെന്റാലിറ്റീസ് ഈ ചരിത്ര രചനാ വിഭാഗത്തിന് അല്ലെങ്കിൽ ഈ വിഭാഗം എന്ന് പറയുമ്പോൾ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗത്തിന് വലിയ പരിഗണന നൽകി അവരുടെ ചരിത്രത്തിന് വലിയ ഇടം നൽകിയിട്ടുണ്ട്. ഇനി ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ആശയത്തിന് കൂടുതൽ പ്രചാരം നൽകിയത് കുറച്ച് ജേർണലുകളാണ്, ഹിസ്റ്ററി ജേർണലുകൾ അഥവാ പ്രസിദ്ധീകരണങ്ങളാണ്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആദ്യത്തെ ഒന്നാണ് പാസ്റ്റ് ആൻഡ് പ്രസന്റ് എന്ന് പറയുന്ന ജേർണൽ. ബ്രിട്ടനിൽ നിന്ന് 1952 ഇറങ്ങിയ ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിക്കുന്ന ഒരു പ്രസിദ്ധീകരണമാണ് ജേർണലാണ് പാസ്റ്റ് ആൻഡ് പ്രസന്റ്. ദെൻ LHR, ലേബർ ഹിസ്റ്ററി റിവ്യൂ, ലിവർപൂൾ യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിക്കുന്ന ഒരു ജേർണലാണ്. ദെൻ ഏറ്റവും പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്ന ഒരു ജേർണലാണ് HWJ അഥവാ ഹിസ്റ്ററി വർക്ക്ഷോപ്പ് ജേർണൽ. ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റി പ്രസ് പ്രസിദ്ധീകരിക്കുന്ന ജേർണലാണ്. അതിന്റെ സബ് ടൈറ്റിൽ ജേർണൽ ഓഫ് സോഷ്യലിസ്റ്റ് ഫെമിനിസ്റ്റ് ഹിസ്റ്റോറിയൻസ്. ഇതിൽ ഈ HWJ എന്ന് പറയുന്ന പ്രസിദ്ധീകരണം ജേർണലിന് വലിയ പ്രാധാന്യമുണ്ട്. അവർ ഫോക്കസ് ചെയ്യുന്നത് ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ആശയം അല്ലെങ്കിൽ ആ ഒരു സമീപനത്തെ തന്നെയാണ്. അതോടൊപ്പം തന്നെ ബ്രിട്ടനിൽ ഹിസ്റ്ററി വർക്ക്ഷോപ്പ് മൂവ്മെന്റുകൾ ഉണ്ടായിട്ടുണ്ട്. ഇതേ ആശയങ്ങൾ തന്നെ മുറുകെ പിടിച്ചുകൊണ്ടുള്ള പ്രസ്ഥാനമാണ് ഹിസ്റ്ററി വർക്ക്ഷോപ്പ് മൂവ്മെന്റ്. ഇനി ഈ മേഖലയിലെ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ചരിത്രരചന മേഖലയിലെ പ്രഗത്ഭരായിട്ടുള്ള ചിന്തകര്, ചരിത്രകാരന്മാർ. ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട വക്താവ് ഇ.പി. തോംസൺ തന്നെയാണ്. ഒരു ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. അദ്ദേഹത്തിന്റെ ഒരു പ്രശസ്തമായ കൃതി മേക്കിംഗ് ഓഫ് ഇംഗ്ലീഷ് വർക്കിംഗ് ക്ലാസ്. ഈ ഒരു കൃതിയിലൂടെ അദ്ദേഹം 18-19 നൂറ്റാണ്ടുകളിലെ ബ്രിട്ടനിലെ വിപ്ലവ പ്രസ്ഥാനങ്ങളെ കുറിച്ച് അടയാളപ്പെടുത്താൻ ശ്രമിക്കുന്നു. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട ചരിത്രകാരനാണ് ഇതേ വിജ്ഞാനം അല്ലെങ്കിൽ ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന മേഖലയിലെ മറ്റൊരു പ്രഗത്ഭ ചരിത്രകാരനാണ് എറിക് ഹോബ്സ്ബൗം. ബ്രിട്ടീഷ് ചരിത്രകാരനാണ്. അദ്ദേഹം ഒരുപാട് പ്രശസ്തമായ ചരിത്രരചനകൾ നടത്തിയിട്ടുണ്ട്. ഏജ് ഓഫ് എക്സ്ട്രീംസ്, ഏജ് ഓഫ് ക്യാപിറ്റൽ, ഏജ് ഓഫ് എംപയർ തുടങ്ങിയ കൃതികളാണ് അദ്ദേഹത്തിന്റെ. ദെൻ പിന്നീട് വരുന്ന ഒരു ജർമ്മനിയിൽ നിന്നുള്ള ഒരു ചരിത്രകാരനാണ് വില്യം സിമർമാൻ.
ദെൻ ക്രിസ്റ്റഫർ ഹിൽ ഇംഗ്ലീഷ് ചരിത്രകാരനാണ്. ഈ 3 പേര് ഇ.പി. തോംസൺ, എറിക് ഹോബ്സ്ബോൺ, ക്രിസ്റ്റഫർ ഹിൽ തുടങ്ങിയിട്ടുള്ള ചരിത്രകാരന്മാരെല്ലാം മാർക്സിസ്റ്റ് ചരിത്രകാരന്മാരാണ്. ഇനി ഇതിന്റെ സോഴ്സുകൾ, സാമ്പ്രദായികമായ ചരിത്രരചന അല്ലെങ്കിൽ എലീറ്റ് ചരിത്രരചന എന്നൊക്കെ വിളിക്കപ്പെടുന്ന ഒരു ചരിത്രരചനയുടെ പ്രധാനപ്പെട്ട സോഴ്സ് എന്ന് പറയുന്നത് എഴുതപ്പെട്ട രേഖകളാണ്, റിട്ടൺ ഡോക്യുമെന്റ്സ് ആണ്. എഴുതപ്പെട്ട രേഖകളിൽ നിന്നുകൊണ്ട് തന്നെ സാധാരണക്കാരായ ജനങ്ങളുടെ ഇടം കണ്ടെത്താൻ കഴിയുകയില്ല. എഴുതപ്പെട്ട രേഖകളിൽ നിന്നും പുനർനിർമ്മിച്ചെടുക്കുന്നത് സാക്ഷര സമൂഹത്തിന്റെ ചരിത്രമാണ്, അല്ലെങ്കിൽ എലീറ്റിന്റെ ചരിത്രമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളുടെ, അരികുവൽക്കരിക്കപ്പെട്ട ജനങ്ങളുടെ ചരിത്രത്തെ പുനർനിർമ്മിക്കുന്നതിന് വേണ്ടി മറ്റു സോഴ്സുകളും വേണ്ടി വരും. അങ്ങനെയാണ് നാടോടി സാഹിത്യങ്ങള്, നാട്ടുകഥകള്, പാട്ടുകള്, പോപ്പുലർ മിത്തുകള്, കെട്ടുകഥകള്, ഐതിഹ്യങ്ങള് ഒക്കെ ചരിത്രത്തിന്റെ സ്രോതസ്സുകളായി മാറുന്നത്. അങ്ങനെ പുതിയ സ്രോതസ്സുകൾ ഇവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട്. അല്ലെങ്കിൽ ഓറൽ ഹിസ്റ്ററി, വാചിക ചരിത്രം ഒരു പ്രധാനപ്പെട്ട സോഴ്സാണ്. അത്തരം സോഴ്സുകളിൽ നിന്നാണ് ഹിസ്റ്ററി ഫ്രം ബിലോ അല്ലെങ്കിൽ ഈ പുതിയ ചരിത്രരചന സമീപനം മുന്നോട്ട് പോകുന്നത്. ഇനി ഇതിന്റെ ഒരു പ്രാധാന്യം, ഇറ്റ് ഹൈലൈറ്റഡ് ദ റോൾ ഓഫ് പീപ്പിൾ, സാധാരണക്കാരായ ജനങ്ങളുടെ മാസിന്റെ ഒരു ചരിത്രത്തിലെ പങ്ക് അടയാളപ്പെടുത്തി എന്നുള്ളതാണ് ഇതിന്റെ ഏറ്റവും വലിയൊരു പ്രാധാന്യം. ആൻഡ് ദ പീരിയഡ് ഓഫ് അജിറ്റേഷൻ ആൻഡ് റെസിസ്റ്റന്റ് മൂവ്മെന്റ്, ഈ ചരിത്രത്തിലുണ്ടായ പ്രധാനപ്പെട്ട വിപ്ലവങ്ങൾക്ക്, പ്രതിരോധ പ്രസ്ഥാനങ്ങൾക്കെല്ലാം നേതൃത്വം കൊടുത്ത ഒരുപാട് വിഭാഗങ്ങളുണ്ട്. അഥവാ മാർജിനലൈസ്ഡ് ആയിട്ടുള്ള വിഭാഗങ്ങൾ തന്നെ. കർഷക സമൂഹത്തിന്റെ സമരങ്ങളുണ്ട്, തൊഴിലാളികളുടെയും ഗോത്ര വിഭാഗത്തിന്റെ ഒക്കെ സമരങ്ങളുടെ ചരിത്രത്തിന് ഒരു ഫോക്കസ്, ഒരു പ്രയോറിറ്റി ഉണ്ടായി എന്നുള്ളത് ഹിസ്റ്ററി ഫ്രം ബിലോയുടെ ഒരു പ്രധാനപ്പെട്ട പങ്കാണ്. ദെൻ അതോടൊപ്പം ഹിസ്റ്ററി ഫ്രം ബിലോ എന്ന് പറയുന്ന ഈ വിജ്ഞാന അല്ലെങ്കിൽ ഈ ചരിത്രരചനാ സമീപനം സാധാരണക്കാരായ ജനങ്ങളെ പ്രമേയമാക്കി എന്നുള്ളതാണ്, അല്ലെങ്കിൽ അവരുടെ വിഷയം സാധാരണ ജനങ്ങളായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ ഇത്രയുള്ള കാര്യങ്ങളാണ് ഈ മേഖലയിൽ പറയാനുള്ളത്. ഓക്കെ, താങ്ക് യു.